Hi friends, welcome back to our channel. അപ്പോൾ നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിരുന്നു. വളരെ സന്തോഷം. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ഒരു ചാനലിൽ പ്രത്യേകിച്ച് നമുക്കൊരു ഇൻകം എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും ജനറേറ്റ് ആയി തുടങ്ങിയിട്ടില്ല. ജനറേറ്റ് ആയത് തന്നെ എനിക്ക് തോന്നുന്നു $2 $3 ഒക്കെയാണ്. അപ്പോൾ അതിനെ കൊണ്ടൊന്നും നമ്മളുടെ വർക്ക് മുന്നോട്ട് പോകില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ഈ ഒരു ചാനൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ പാഷൻ എന്നുള്ളതിന്റെ പുറത്താണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഇതിൽ നമുക്ക് സാമ്പത്തികപരമായിട്ട് ഭയങ്കര ലോസ് തന്നെയാണ്. നമ്മൾ ഓരോ എക്സ്പെരിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കാണുന്നതല്ല, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് ചെലവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ സമയത്തും ചാനൽ ഡെഡായി നിൽക്കുന്നതും പിന്നീട് വീഡിയോ വരുന്നതും. നമ്മളതിൽ ക്യാഷ് വരുന്നതിനനുസരിച്ച് മാത്രമേ നമുക്കിത് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കുക. എന്തായാലും തുടർന്ന് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നമ്മൾ ചെയ്യുന്നതുമാണ്. പക്കയായിട്ട് നമ്മൾ ക്ലോസ് ആക്കി ഇടൂല. എന്തായാലും ഇന്നത്തെ പാർട്ട് 2 വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്ത കുറച്ച് ഇൻഫർമേഷൻസ് കൂടി കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പാർട്ട് 1 പാർട്ട് 2 ആക്കുന്നതിന്റെ കാരണം ചെറിയ ചെറിയ വീഡിയോ ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം ബോറടിക്കാതെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ചെറുതാക്കുന്നത്. എന്തായാലും നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരാം. നമ്മളുടെ വണ്ടിയിൽ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ഒരു തേർഡ് ബ്രേക്ക് ലൈറ്റും ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹിഞ്ചസ് ആണ്. ഇത് നമ്മൾ കസ്റ്റമൈഡ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ റീസൺ, ഈ ഒരു ഡോറ് തുറക്കുന്ന സമയത്ത് ഈ ബമ്പർ അധികം സപ്പോർട്ട് ആവുന്നില്ല. അതായത് കിടന്ന് ക്രക്ക് എന്ന് പറഞ്ഞ് ഈ ഒരു ടയർ കാരിയർ ഇങ്ങ് ചാടുമായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹിഞ്ചസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ മുകളിൽ ഈ ഒരു പോർഷനൊക്കെ നമ്മളൊന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടെ വെള്ളം ഇറങ്ങുന്ന പ്രശ്നങ്ങളെല്ലാം തീരുമാനമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സൈഡ് ഭാഗത്തായിട്ട് നോക്കിയാൽ കാര്യമായിട്ടുള്ളത്. ഇൻറ്റീരിയറിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇൻറ്റീരിയറിൽ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് ഇത് ഒരു മാറ്റാണ്. മാറ്റ് നമ്മളിവിടെ കസ്റ്റമൈഡായിട്ട് നമ്മൾ നാട്ടിൽ തന്നെ ചെയ്തെടുത്താണ്. ഇത് 8D മാറ്റ് എന്നൊക്കെ പറയാൻ സാധിക്കും. പക്കയായിട്ട് ഇതിൻ്റെ അളവെടുത്ത് എല്ലാ പൊസിഷനും ക്ലിയറായി വെൽക്കം വെച്ച് നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ ഇതാക്കിയതല്ല, ഇതേപോലെ അങ്ങ് ഊരെടുത്താൽ നമുക്ക് ഈ സംഭവം ഫുള്ളായിട്ട് കിട്ടും. ഈ സൈഡിലെല്ലാം വെൽക്കം വെച്ച് ഓടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സീറ്റും അതുപോലെ തന്നെ വെൽക്രോമിൻ്റെ ഇത് എടുത്തു കഴിഞ്ഞാൽ പക്ക സ്റ്റോക്ക് ഫ്ലോർ ആയിരിക്കും. ഈ ഒരു മാറ്റ് ചെയ്തിട്ടുള്ളത് 2 ലെയർ ഇതേ മോഡൽ ഈ ഒരു റെക്സിനും അതിൻ്റെ ഉള്ളിൽ കൂളറും വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചൂട് ഉള്ളിലേക്ക് വന്നാൽ തന്നെ ആ ഒരു ചൂടിനെ ഇവിടെ വെച്ച് തടയും. അതുകൊണ്ട് AC അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരിക്കും. ഗിയർ ടണലിൻ്റെ ലെഫ്റ്റ് റൈറ്റും ആയിട്ട് നമ്മൾ മൊബൈലിന് വേണ്ടിയിട്ട് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ 2 പോക്കറ്റും ഇവിടെ ഒരു പോക്കറ്റാണ് കൊടുത്തുള്ളത്. പിന്നെ ഗിയറിൻ്റെ ഈ ഒരു ബൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർമി ടച്ചിൽ നമ്മൾ ഈ ഒരു മെറ്റൽ പീസ് കവർ ചെയ്തെടുക്കുകയും ഈ ഒരു ഫ്ലോറിന് മാച്ച് ആയിട്ടുള്ള സെയിം ഗിയർ ബൂട്ട് ബ്ലൂ കളർ സ്റ്റിച്ചിൽ കൊടുക്കുകയാണ് ചെയ്തല്ലേ. അതുപോലെ ഇവിടെ ഒരു ഹുക്കും ഇവിടെ ഒരു ഹുക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഞാൻ ഇതിൻ്റെ വഴിയെ പറഞ്ഞുതരാം. ഗിയർ ലിവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി നീളം കൂടുതലുണ്ടായിരിക്കും. കാരണം ഈ ഒരു വണ്ടിയുടെ സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗിയർ ലിവറും കുറച്ചുകൂടി ഈസി ആക്സസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നീട്ടം കൂട്ടിയിട്ടുണ്ട്. നീട്ടം കൂട്ടിയതിൻ്റെ ഒപ്പം ഈ ഒരു പോർഷനിൽ പ്ലേറ്റ് വാഷർ വെച്ചിട്ട് വെൽഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്ലേറ്റ് വാഷറിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ ഒരു ചങ്ങല കൊടുത്തിട്ടുണ്ട്. ഈ ചങ്ങല ഈ സീറ്റിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ വാഹനം റിവേഴ്സിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ചങ്ങല യൂസ് ചെയ്ത് ഇവിടെ പൂട്ടാൻ സാധിക്കും. അപ്പോൾ ഒരുവിധം വണ്ടി കള്ളന്മാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനൊരു യൂസാണ്. ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്ലേറ്റ് വാഷർ വെച്ചിട്ട് വെൽഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. പിന്നീട് നമ്മളുടെ ട്രാൻസ്ഫർ കേസിൻ്റെ നോക്കിയാൽ ഒരു കുഞ്ഞു ചങ്ങല ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ 4H നമുക്കിത് ഇടാൻ പറ്റും. അതുപോലെ തന്നെ യൂസ് ചെയ്ത് 4L ആക്കി കഴിഞ്ഞാൽ 4L ഇടാൻ സാധിക്കും. ഇതിൻ്റെ പ്രധാന യൂസ്, വാഹനം ഓഫ് റോഡ് പോകുന്ന സമയത്ത് ജർക്ക് ചെയ്ത് ഇത് ന്യൂട്രലിലേക്ക് സ്ലിപ്പായി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ചങ്ങല യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചങ്ങലയുടെ 2ാമത്തെ കണ്ണി ഇതിലേക്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് 4L ലോക്കാക്കി നിർത്താൻ സാധിക്കും. വണ്ടി ജർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത് ന്യൂട്രലിലേക്ക് വീഴുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഊരിയെടുത്ത് നേരെ റണ്ണിങ്ങിൽ 4H നമുക്ക് എടുത്തിടാൻ സാധിക്കും. അപ്പോൾ യാതൊരുവിധ കാരണവശാലും ട്രാൻസ്ഫർ കേസ് സ്ലിപ്പായി നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും വരില്ല. പിന്നെ ബാക്ക് ഭാഗത്തായിട്ട് ഇത് ഇതിൻ്റെ ഡിഫറൻഷ്യൽ ലോക്കറാണ്, മാനുവൽ ലാംഡയുടെ ഡിഫറൻഷ്യൽ ലോക്കറാണ്. നമുക്കിതൊരു മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പിന്നീട് ഇവിടെ ഒരു അഡീഷണൽ പോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് മെയിനായിട്ട് ഇൻറ്റീരിയറിൽ വരുന്നത്. മാറ്റെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫിറ്റായി നിൽക്കുന്ന മാറ്റാണ്. പിന്നെ ചെയ്തിട്ടുള്ളത് ഇൻറ്റീരിയറിൽ സ്പീക്കേഴ്സാണ്. സ്പീക്കേഴ്സ് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റും ഇൻഫിനിറ്റിയുടെ കമ്പോണൻറ്റ് സ്പീക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്.
സ്റ്റീരിയോ കൺസോളിൻ്റെ ആ ഒരു ഭാഗം ഇതിലേക്ക് ചേർത്ത് ടൈറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുമ്പോൾ കാല് തട്ടുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഉപയോഗമുള്ളത്. പിന്നീട് ചെയ്തിട്ടുള്ളത് ഇതാ ഒരു എയറിൻ്റെ ഔട്ട് എടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു വാഹനം എയർ സസ്പെൻഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. കാരണം താഴ്ഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട്. ആ സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ബാക്കി നോർമലായിട്ട് ജിപ്സി കാണുന്ന രീതിയിലുള്ള സ്വിച്ചസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ കുറച്ച് സ്വിച്ചസ് ഉണ്ട്. ഈ സ്വിച്ചസിൽ ഒരു എർത്ത് കട്ട്, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ്, ഇൻറ്റീരിയറിലുള്ള കുറച്ച് ലൈറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് എന്ത് ചെയ്തെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ലോ ടോൺ ഹൈ ടോൺ ആയിട്ട് 2 ഹോണിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോർമൽ രീതിക്ക് ഇവിടെ ഹോൺ അടിച്ചാൽ കിട്ടും. അതുപോലെ തന്നെ അഡീഷണൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ ഈ ഒരു പോർഷനിലായിട്ട് ഇടത്തേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാമറ, ബാക്ക് ക്യാമറ ആക്റ്റീവ് ആവും. അതുപോലെ തന്നെ സെൻട്രലിട്ട് ഓഫ് ആവും. വലത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇതാ നമ്മളുടെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആവും. അടുത്ത ഈ ഒരു സ്വിച്ച് വരുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ 4 സൈഡിലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ കുട്ടി കുട്ടി ലൈറ്റുകൾ 4 സ്ഥലത്തുണ്ട്. ഫ്രണ്ടിൽ ആ ലൈറ്റിന് പകരം ഹെഡ് ലൈറ്റിൻ്റെ പാർക്കിംഗ് ലൈറ്റിലേക്കാണ് കൊടുത്തത്. അത് ഓപ്പൺ ആക്കാനുള്ള സ്വിച്ചാണ് ഈ വരുന്നത്. ഇനി ഈ ഒരു മെയിൻ കൺസോൾ, ഇത് ഈ ഒരു പോയിന്റിൽ 0, എവിടെയും ലൈറ്റ് ഇല്ല. ഫസ്റ്റത്തെ ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ LED ലാമ്പ് കത്തും. ഒന്നും കൂടി തിരിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഹാലജൻ കത്തും, LED ലാമ്പും കത്തും. ഒന്നും കൂടി തിരിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഹാലജൻ ഓഫ് ചെയ്യും, ഫ്രണ്ടിലെ LED കത്തിയും കൊണ്ടിരിക്കും. പക്ഷേ ഫ്രണ്ടിലെ ഹാലജൻ കട്ടായി ബാക്കിലെ ഹാലജൻ വർക്ക് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു നോബിൻ്റെ വർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു 12 വാൾട്ടിൻ്റെ പവർ സോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ഇത് ഒരു ചെറിയൊരു ഗ്ലോ ബോക്സ് ഒരു DIY ഐഡിയ ആയിട്ട് ചെയ്തതാണ്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അടുത്ത പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത് ഈ AC-യുടെ ഫ്രണ്ട് മൗത്താണ്. അതായത് മൗത്ത് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തിലേക്കെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പോർഷനാണ് ആ മൗത്ത്. ഈ ഒരു AC പോർട്ടബിൾ AC-ആണ്. അതിനെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു മൗത്ത് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു 4 വെൻറ്റിലേക്ക് മാത്രമല്ല ഇവിടേക്കും എയർ കിട്ടും. സാധാരണ ജിപ്സിയിൽ എത്ര നമ്മൾ AC ചെയ്ത് കഴിഞ്ഞാലും ഇവിടേക്ക് അധികം കൊടുക്കാറില്ല. പക്ഷേ നമ്മളിവിടെ ഇതിലേക്കും കൂടി അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഴയുള്ള സമയത്തൊക്കെ ഈ ഒരു ഗ്ലാസ് ഫ്രെയിമിലേക്കും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ എയർ കിട്ടുന്നതുകൊണ്ട് ഇവിടെ മിസ്റ്റ് പിടിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല. പിന്നെ ഒരു 5 ഇഞ്ചിൻ്റെ ചെറിയൊരു LCD ഡിസ്പ്ലേയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആർമി ടച്ചിൽ നമ്മുടെ സൺവൈസർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത ഉൾഭാഗത്തിന് ബി പില്ലറിൻ്റെ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു വാക്കി ടോക്കി മൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ വാക്കി ടോക്കി നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും അതുപോലെ തന്നെ ഇതിൽ വെക്കാനും സാധിക്കും. ഇത് വണ്ടി റണ്ണിങ്ങിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കില്ല, ജെർക്ക് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ പാർട്ട് 2 ഏകദേശം നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. പാർട്ട് 3 ആയിട്ട് ഞാൻ ഒരു വീഡിയോയും കൂടി ചെയ്യാം. ആ ഒരു ഇതില് ബാക്കി സസ്പെൻഷന്റെ കാര്യങ്ങളും ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു മാറ്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്തു തരാൻ പറ്റും. നമുക്ക് നമ്മളുടെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ വന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി. എന്തായാലും ഞാൻ റെസ്പോണ്ടിങ് തരാതെ നിൽക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അതിനൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിച്ചു ചോദിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഈ ഒരു വാഹനത്തിന്റെ സസ്പെൻഷന്റെ കാര്യങ്ങൾ, അതായത് ജിപ്സിനെ എങ്ങനെ കംഫർട്ട് ആക്കാം, ആ ഒരു പാർട്ട് ഞാൻ നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക. അതുവരേക്കും